ഇന്ത്യൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും മനോഹരമായ ജീവികളിൽ ഒന്നാണ് പുള്ളിമാൻ. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ശരീരത്തിൽ വെള്ളപ്പുള്ളികൾ കാണപ്പെടുന്നു. ഇതുകൊണ്ടാണ് ഇവയെ പുള്ളിമാൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. കേരളത്തിൽ വയനാട്, പറമ്പിക്കുളം, ചിന്നാർ തുടങ്ങിയ വനപ്രദേശങ്ങളിൽ പുള്ളിമാനുകൾ ധാരാളമായി കാണപ്പെടുന്നു. തുറസായ പുൽമേടുകളും കുറ്റിച്ചെടികളുമുള്ള വനപ്രദേശങ്ങളിലുമാണ് ഇവയ്ക്ക് പ്രിയം. ആൺമൃഗങ്ങൾക്ക് മാത്രമേ കൊമ്പുകൾ ഉണ്ടാകാറുള്ളൂ. സാധാരണയായി ഇവയ്ക്ക് 3 ശാഖകളുള്ള കൊമ്പുകളാണുള്ളത്. ഓരോ വർഷവും ഈ കൊമ്പുകൾ കൊഴിയുകയും പുതിയവ വരികയും ചെയ്യുന്നു. ആൺമാനുകൾക്ക് പെൺമാനുകളേക്കാൾ തൂക്കം ഉണ്ടാകും. പ്രായപൂർത്തിയായ ഒരു മാനിന് 30 കിലോ മുതൽ 85 കിലോ വരെ ഭാരമുണ്ടാകും. ആൺമാനുകൾക്ക് ഏകദേശം 90 സെന്റിമീറ്റർ വരെ ഉയരമുണ്ടാകും. പെൺമാനുകൾ താരതമ്യേന ചെറുതാണ്. ഇവ എപ്പോഴും കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു കൂട്ടത്തിൽ 10ഓ 30ഓ അതിലധികമോ മാനുകൾ ഉണ്ടാകും. പുള്ളിമാനുകൾക്ക് വർഷത്തിൽ ഏത് സമയത്തും പ്രജനനം നടത്താൻ കഴിയും. എങ്കിലും മിക്കവാറും മഴക്കാലത്തിന് ശേഷമുള്ള സമയത്താണ് ഇവ പ്രജനനം നടത്തുന്നത്. ഏകദേശം 210 മുതൽ 225 ദിവസം വരെയാണ് ഇവയുടെ ഗർഭകാലം. സാധാരണയായി ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടാകുന്നത്. ജനിച്ചു വീണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയും. ആദ്യത്തെ ഒരാഴ്ചയോളം അമ്മ മാനുകൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ കുറ്റിക്കാടുകളിൽ ഒളിപ്പിച്ചു നിർത്തും. ഏകദേശം 6 മാസം വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെ പാൽ കുടിക്കും. കാടുകളിൽ ഇവ ഏകദേശം 8 മുതൽ 14 വർഷം വരെ ജീവിക്കുന്നു. കാടുകളിൽ പുള്ളിമാനുകളും കുരങ്ങുകളും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട്. മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങുകൾ ദൂരെയുള്ള ശത്രുക്കളെ കാണുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് പുള്ളിമാനുകൾക്ക് സഹായകരമാകുന്നു. കൂടാതെ കുരങ്ങുകൾ താഴെയിടുന്ന പഴങ്ങളും ഇലകളും മാനുകൾക്ക് ആഹാരമായി ലഭിക്കുന്നു. വേട്ടയാടിൽ നിന്നും ഇവ ഓടിയാണ് രക്ഷപ്പെടുന്നത്. ഇവയ്ക്ക് 65 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയും. കാട്ടിലെ ഭക്ഷ്യ ശൃംഖലയിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പുള്ളിമാനുകൾ. കടുവ, പുലി, കാട്ടുനായ്ക്കൾ, പെരുമ്പാമ്പ്, കുറുക്കൻ, സിംഹം ഇവയാണ് പ്രധാനമായും വേട്ടയാടുന്ന ജീവികൾ. കാട്ടിലെ വേട്ടക്കാർക്ക് പുറമെ മനുഷ്യൻ മൂലമുള്ള ചില പ്രശ്നങ്ങളും ഇവ നേരിടാറുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശം, അനധികൃത വേട്ട, റോഡ് അപകടങ്ങൾ മുതലായവ. പുള്ളിമാനുകൾക്ക് നല്ല നീന്തൽ വശമുണ്ട്. അപകടം വരുമ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ വെള്ളത്തിൽ ചാടി നീന്തി പോകാറുണ്ട്.